പാലക്കാട് കോങ്ങാട് കാണാതായ വിദ്യാർത്ഥികളുടെ CCTV ദൃശ്യം പുറത്തു വരുന്നു. 10 മണിയോടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതാണ് ദൃശ്യം. വീട്ടിൽ നിന്ന് ട്യൂഷന് പോയ ശേഷം സ്കൂളിലേക്കെന്ന് പറഞ്ഞ് മടങ്ങിയ വിദ്യാർത്ഥികളെയാണ് കാണാതായത്. ശ്രീജിത്ത് ശ്രീകുമാരുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, മലമ്പുഴ ഭാഗത്തൊക്കെ കണ്ടു എന്നുള്ള വിവരങ്ങളൊക്കെ അപ്രസക്തമാക്കുന്നതാണ് ഈ CCTV ദൃശ്യങ്ങൾ. റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനും കേന്ദ്രീകരിച്ചാണോ നിലവിലെ അന്വേഷണം? അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. പോലീസിന് ആദ്യഘട്ടത്തിൽ നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരം മലമ്പുഴ മേഖലയിൽ ഈ കുട്ടികളെ കണ്ടു, ഇത് യൂണിഫോമിൽ കണ്ടു എന്നാണ്. പോലീസ് അത് ആ ഒരു ഘട്ടത്തിൽ പോലീസ് അന്വേഷണം നടത്തി ആ മേഖലയിലേക്കും ഒരുപക്ഷെ വന്നിരിക്കാം ഈ കുട്ടികൾ എന്ന ഒരു വിവരമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസാണ് അതിനുശേഷം 10 മണിയോടുകൂടി, അപ്പോൾ മലമ്പുഴയിൽ ഒരുപക്ഷെ പോയിരിക്കാം കുട്ടികൾ, അതിനുശേഷം ഒലവക്കോട് ഭാഗത്തേക്ക് നീങ്ങിയതായിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, ഒലവക്കോട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. കൂടാതെ 2-3 പ്ലാറ്റ്ഫോമുകളിൽ ഈ കുട്ടികൾ എത്തിയതായും സംശയമുണ്ട്. ഇപ്പോഴും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതെങ്കിലും ട്രെയിനുകൾ ആ സമയത്ത് ഇതര സംസ്ഥാനത്തേക്ക്, അതായത് തമിഴ്നാട് ഭാഗത്തേക്ക് ഏതെങ്കിലും ട്രെയിനുകൾ പോകുന്നുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിലൊരു കാരണം, ഇതിലൊരു കുട്ടിയുടെ അച്ഛൻ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത്. ഇനി അച്ഛന്റെ അടുത്തേക്ക് എങ്ങാനും പോയിട്ടുണ്ടാകുമെന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ഒലവക്കോട് കേന്ദ്രീകരിച്ച് ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. ശരി, 13 വയസ്സുള്ള 2 പെൺകുട്ടികളെയാണ് കാണാതിരിക്കുന്നത്. ഏതായാലും റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഒലവക്കോട് സ്റ്റേഷനിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് അത്തരത്തിലൊരു ലീഡിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ശ്രീകുമാരാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.